ബഹ്റൈനിൽ ബെനഫിറ്റ് പേയുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉപയോഗിച്ച് തട്ടിപ്പ് നടക്കുന്നതായി പരാതി. കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം അയച്ചെന്ന് പറഞ്ഞ് വ്യാജ സ്ക്രീൻഷോട്ട് കാട്ടിയാണ് തട്ടിപ്പ്. തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ കടയുടമയുടെ പണം പോകും. ബഹ്റൈനിലെ ഓൺലൈൻ പേയ്മെന്റ് ആപ്പായ ബെനഫിറ്റ് പേയുടെ പേരിൽ വ്യാജ സ്ക്രീൻഷോട്ട് സൃഷ്ടിച്ചാണ് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച തട്ടിപ്പ് നടത്തുന്നത്. സാധനങ്ങൾ വാങ്ങിയ ശേഷം പണം അയച്ചു എന്ന വ്യാജ സ്ക്രീൻഷോട്ട് കാട്ടിയാണ് സ്ഥാപന ഉടമകളെ ഇവർ കബളിപ്പിക്കുന്നത്. ബഹ്റൈനിൽ ഇതിനോടകം വിവിധയിടങ്ങളിലായി സമാനമായ രീതിയിൽ നിരവധി തട്ടിപ്പുകൾ നടന്നുകഴിഞ്ഞു. തട്ടിപ്പിനിരയായവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് റിഫയിൽ സ്ഥാപനം നടത്തുന്ന തമിഴ്നാട് സ്വദേശിയായ ഷാഹുൽ ഹമീദിന് 55 ദിനാറാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടത്. ഫ്രൈഡേ നൈറ്റ് ഒരു 10:30 ഒരു കസ്റ്റമർ വന്നു ഇവിടെ ഷോപ്പിൽ വന്ന് കയറിയിട്ട് ഒരു കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒരു സാധനമെല്ലാം പാക്കാക്കാൻ വേണ്ടി പറഞ്ഞ് പാക്കാക്കിയ ശേഷം അവർ പറഞ്ഞ് ഒരു 2 മിനിറ്റ്സിൽ ഇപ്പോൾ വരാണ്ട് പറഞ്ഞിട്ട് ഇപ്പോൾ പോയിട്ട് ഒരു 2 മിനിറ്റ്സിൽ പിന്നെ വന്നിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് അവർ പറഞ്ഞ് എനിക്ക് സൂക്കിൽ ഒരു പണിയുണ്ട്, நான் பேக்காக்கி ரெடியாக்கி வைக்க நான் இப்போ வரான்னு പറഞ്ഞിട്ട് പോയി. പിക്കപ്പിൽ വന്നിട്ട് ഷോപ്പിന് മുൻപ് ഹാർണിച്ചപ്പോൾ ഞാൻ സാധനം എടുത്തിട്ട് അവർക്ക് പോയി. അപ്പോൾ എൻ്റെ മൊബൈൽ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ സാധനം എടുത്തിട്ട് കൊണ്ടുപോയി കൊടുത്തു. അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞ് ഞാൻ ബെനിഫിറ്റ് അയക്കാണ്. ഓക്കെ ബെനിഫിറ്റ് അയക്കാൻ. അപ്പോൾ അവർ പൈസ ബെനിഫിറ്റ് അയക്കുമ്പോൾ സക്സസ്സിന് വന്ന് അപ്പോൾ എൻ്റെ അടുത്ത് മൊബൈലില്ല, ചെക്ക് ചെയ്യാൻ സക്സസ് നോക്കിയതല്ല ഗ്രീൻ വന്ന്. അപ്പോൾ ഓക്കെ ഞാൻ സാധനം കൊടുത്ത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ വിളിച്ച നമ്പറിൽ തന്നെ എനിക്ക് അയച്ചു കൊടുക്കണം. അവർ അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അവർ വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പൈസ കയറിയിട്ടില്ല. റിഫ സർക്കിളിലുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അവർ ആക്ഷൻ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വണ്ടി പിക്കപ്പിൻ്റെ നമ്പറെല്ലാം ഞാൻ എടുത്ത് പോലീസിൽ കൊടുത്തിട്ടുണ്ട്. സംശയം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഈസ്റ്റ് റിഫയിൽ തന്നെയുള്ള മുസ്തഫ തട്ടിപ്പുകാരിൽ നിന്നും രക്ഷപ്പെട്ടത്. സാധനങ്ങൾ ഓർഡർ ചെയ്ത ശേഷം അധികം വിലപേശാനൊന്നും നിൽക്കാതെ പറഞ്ഞ തുകയ്ക്ക് സമ്മതിച്ച ബെനിഫിറ്റ് പേ നമ്പർ വാങ്ങി പോവുകയായിരുന്നു. പിന്നീട് വന്ന് പണമയച്ച സ്ക്രീൻഷോട്ട് തട്ടിപ്പുകാരൻ കാണിച്ചെങ്കിലും തുക ക്രെഡിറ്റ് ആകാതെ സാധനം തരില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മുസ്തഫയ്ക്ക് പണം നഷ്ടമായില്ല. ബെനിഫിറ്റ് പേയുടെ 136 അയച്ചതായിട്ട് അയാൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു എനിക്ക് വാട്സപ്പിൽ. അപ്പോൾ ഞാൻ നോക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് അത് ക്രെഡിറ്റ് ആയില്ല. അപ്പോൾ അയാൾ ക്രെഡിറ്റ് ആകാത്തതുകൊണ്ട് ഞാൻ അയാളോട് വീണ്ടും പറഞ്ഞു ഇത് അയച്ച് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയില്ല. അപ്പോൾ അയാൾ എന്നോട് ചൂടായപ്പോൾ ഞാൻ പറഞ്ഞു പൈസ കിട്ടിയാൽ മാത്രമേ ഞാൻ സാധനം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് അയാൾ വീണ്ടും പ്രശ്നമാക്കി, അങ്ങനെ സാധനം ഞാൻ കൊടുത്തില്ല. അപ്പോൾ അയാൾ വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത്. മലയാളികളടക്കം നിരവധി ആളുകളാണ് ഇതിനോടകം തട്ടിപ്പിനിരയായിരിക്കുന്നത്. ഇവരുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട വ്യക്തി കുറച്ചധികം സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കടയിലേക്ക് വരും. ശേഷം വലിയ തുകയ്ക്ക് ഓർഡർ നൽകുകയും സാധനങ്ങൾ എടുത്തു വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഉടനെ പോയി വരാമെന്ന് പറഞ്ഞ് കടയുടമയുടെ ബെനിഫിറ്റ് പേ നമ്പറും വാങ്ങി പോകും. പിന്നീട് എത്രയാണ് ബിൽ തുകയെന്ന് വിളിച്ചു ചോദിച്ച ശേഷം കുറച്ചു സമയം കഴിഞ്ഞു വന്ന സാധനങ്ങൾ വാഹനത്തിലേക്ക് കയറ്റാൻ ആവശ്യപ്പെടും. തുടർന്ന് കടയുടമയുടെ ബെനിഫിറ്റ് പേ നമ്പറിലേക്ക് പണം അയച്ചെന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് തട്ടിപ്പ് രീതി. വ്യാജമായി ഉണ്ടാക്കിയ സ്ക്രീൻഷോട്ട് കണ്ട് സാധനം കൊടുത്താൽ പണം പോയി എന്ന് കരുതിയാൽ മതി. കച്ചവടക്കാരോടാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ കരുതിയിരിക്കുക. അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പരിചയമില്ലാത്തവർക്ക് സാധനങ്ങൾ നൽകുക. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ.